ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോ ആണെന്നത് ഒരു ടീനേജറായിട്ടാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. ഇമ്പോർട്ടൻ്റ് ആണ്, ബട്ട് നിങ്ങളൊരു 1000 തവണയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കേട്ടേക്കണ ഒരു കാര്യമായിരിക്കും. അതായത് ഞാൻ പറയാൻ പോണത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നുമില്ല, ബി ആംബീഷ്യസ്. ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനൊരു 10th സ്റ്റാൻഡേർഡ് വരെ അല്ലെങ്കിൽ ഒരു +1 ഒക്കെ വരെ എൻ്റെ അടുത്ത് ആരെങ്കിലും എന്താവണം എന്ന് ചോദിച്ചാൽ ഞാൻ പറയണൊരു ഉത്തരം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സ്കൂളിൽ എക്സാംസ് ഒക്കെ അല്ലേ ഉള്ളത്, അപ്പോൾ അതൊക്കെ ആദ്യം ക്ലിയർ ചെയ്ത് പോകാം, എന്നിട്ട് ജോബ് എത്തുമ്പോൾ ജോബിനെ പറ്റി ചിന്തിക്കാം. അല്ലെങ്കിൽ +2 ഒക്കെ കഴിഞ്ഞ് കോളേജൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ജോബിനെ പറ്റി ചിന്തിക്കാം. കോളേജ് കഴിഞ്ഞില്ല കേട്ടോ, നമ്മൾ ജോബിന് വേണ്ടിയിട്ടാണ് കോളേജ് തിരഞ്ഞെടുക്കണം. +2 ഒക്കെ കഴിഞ്ഞിട്ട് ജോബിൻ്റെ അവിടെ എത്തുമ്പോൾ അല്ലെങ്കിൽ ഏത് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ വെച്ച് അതൊക്കെ തീരുമാനിക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല. +2 എത്തിയപ്പോഴാണ് എനിക്ക് എനിക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നുള്ള ഒരു ആഗ്രഹം വന്നത്. അതായത് +2 എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ +2 ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ യു ആർ സ്റ്റിൽ നോട്ട് ലേറ്റ്. ഓക്കെ, നിങ്ങൾക്കൊരു അംബീഷൻ തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഇനിയും ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനുമുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ അംബീഷ്യസ് ആയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പം മുതലേ അംബീഷ്യസ് ആയ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആയിത്തീരണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും തരണം. ആഗ്രഹം മാത്രം പോരാ, നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം ഓഫ് കോഴ്സ്. പക്ഷെ നമുക്ക് ഒരു പ്രോപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും നൽകണത്. നിങ്ങൾക്കിപ്പോൾ ഒരു 9th സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു 10th സ്റ്റാൻഡേർഡിൽ തന്നെ നിങ്ങൾ എന്തായി മാറണം എന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനൊക്കെ വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും അത് നൽകുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 9th സ്റ്റാൻഡേർഡ് 10th സ്റ്റാൻഡേർഡ് ആ ഒരു കാലഘട്ടത്തൊക്കെ ഒരു അംബീഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അതായത് IIT-യിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചില പിള്ളേർ 5th സ്റ്റാൻഡേർഡ് മുതലൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെയൊന്നും പറയണില്ല. അല്ലെങ്കിൽ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞ് നിങ്ങൾക്കൊരു വെക്കേഷൻ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾ റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തന്നെ റിസർച്ച് ചെയ്യുക എന്താവണം എന്നതിനെ പറ്റി. ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടാവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കേൾക്കുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യണമെന്ന് വരില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് തിരഞ്ഞു നോക്കുമ്പോൾ അവിടെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് അല്ല, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്, മെക്കാനിക്കൽ എഞ്ചിനീയറിങ്, സിവിൽ എഞ്ചിനീയറിങ്, ഇലക്ട്രോണിക്സ്, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നമുക്കൊരു താല്പര്യം തോന്നിയില്ലെങ്കിൽ ഈ സ്ട്രീംസിലൊക്കെ അല്ലെങ്കിൽ ഈ ബ്രാഞ്ചസിലൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ മെഷീനറിയാണ് പഠിപ്പിക്കുന്നത്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ മെയിനായിട്ട് കോഡിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ ECE EEE ഒക്കെ ആണെങ്കിൽ സർക്യൂട്ട്, ചിപ്സ്, ആ പരിപാടികളൊക്കെയാണ് എന്നൊക്കെ. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് എന്താണോ അത് ചൂസ് ചെയ്യാൻ. നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു എക്സാമ്പിളായിട്ട് എഞ്ചിനീയറിംഗ് പറഞ്ഞതാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ആ ഒരു വെക്കേഷൻ്റെ ടൈമിൽ നിങ്ങൾ വെക്കേഷൻ്റെ ടൈമിൽ തന്നെ ആവണമെന്ന് ഞാൻ പറയണില്ല. വെക്കേഷൻ്റെ ആ ഒരു ടൈമിനുള്ളിൽ, വെക്കേഷൻ തീരുന്നതിനുള്ളിൽ നിങ്ങളൊരു നല്ലൊരു അംബീഷൻ കണ്ടുപിടിച്ചാൽ നിങ്ങൾ +1 +2 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ആപ്റ്റായിട്ടുള്ള ഏത് അംബീഷനാണ് നിങ്ങൾ ചൂസ് ചെയ്തത് അതിന് ആപ്റ്റായിട്ടുള്ള ഒരു സ്ട്രീം HSC-യിലെത്തുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും. സോ ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. ബി ആംബീഷ്യസ്. ഓക്കെ, ഒരു ലക്ഷ്യം ഇല്ലാണ്ട് ഇങ്ങനെ നടന്നാൽ ഒന്നും ഉണ്ടാവില്ല. നിങ്ങളിപ്പോൾ പല വലിയ ആൾക്കാരും പറയാനായിട്ടുണ്ടാവും, മക്കളെ ആവണ കാലത്ത് പഠിച്ചോ എന്നൊക്കെ. സോ അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് പറ്റണ സമയത്ത്, ഇപ്പോഴൊക്കെയാണ് നമുക്ക് പറ്റണത്. സോ ആ ഒരു സമയത്ത് നമ്മളൊരു നല്ലൊരു അംബീഷൻ ചൂസ് ചെയ്ത് അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം. നമ്മളൊരു അംബീഷൻ നേരത്തെ തന്നെ ചൂസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിന് നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ അത് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ ആണെങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും നമുക്ക് കിട്ടണത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നല്ലൊരു അംബീഷൻ ചൂസ് ചെയ്യുക. ബി ആംബീഷ്യസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.